നമസ്കാരം. മുൻ പ്രധാനമന്ത്രി അടൽ ബിഹാരി വാജ്പേയിയുടെ ജന്മദിനം പ്രമാണിച്ച് യുപിയിൽ ക്രിസ്മസ് അവധി റദ്ദാക്കിയതിന് സമാനമായി സംസ്ഥാനത്ത് ലോക് ഭവനിലും സമാനമായ ഉത്തരവിറക്കി. ക്രിസ്മസ് ദിനമായ നാളെ അവധി ഒഴിവാക്കി എല്ലാ ജീവനക്കാരും നിർബന്ധമായും ഹാജരാകണമെന്ന് ലോക് ഭവൻ കൺട്രോളർ ഉത്തരവിട്ടു. വാജ്പേയിയുടെ ജന്മദിനം ഗുഡ് ഗവേഴ്സ് ദിനമായി ആഘോഷിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് അവധി റദ്ദാക്കിയത്. നാളെ രാവിലെ 10 മണിക്ക് നടക്കുന്ന ചടങ്ങിൽ എല്ലാ ജീവനക്കാരും നിർബന്ധമായും പങ്കെടുക്കണമെന്നാണ് ലോക് ഭവൻ കൺട്രോളറുടെ കർശന നിർദ്ദേശം. യോഗി ആദിത്യനാഥ് സർക്കാർ യുപിയിൽ സ്കൂളുകൾക്ക് അവധി റദ്ദാക്കിയതിന് പിന്നാലെയാണ് ലോക് ഭവനിലും സമാനമായ നീക്കം നടക്കുന്നത്. അതേസമയം ലോകത്തിനാകെ വെളിച്ചം പകരുന്ന സന്ദേശത്തിന്റെ പ്രഭ കെടുത്തും വിധം ക്രിസ്മസ് ആഘോഷങ്ങളെ പോലും കടന്നാക്രമിക്കുന്ന അവസ്ഥ അസ്വസ്ഥപ്പെടുത്തുന്നതാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. മധ്യപ്രദേശ്, ഉത്തർപ്രദേശ്, ജാർഖണ്ഡ്, കർണാടക, ഛത്തീസ്ഗഡ് മുതലായ സംസ്ഥാനങ്ങളിൽ ഇത്തരം ആക്രമണങ്ങൾ നടക്കുന്നതിന്റെ വാർത്തയാണ് പുറത്തുവരുന്നത്. സംഘ് പരിവാർ ശക്തികളാണ് എല്ലാ ആക്രമണങ്ങൾക്കും പിന്നിലെന്നും മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിൽ പറയുകയും ചെയ്തു. ഉത്തർപ്രദേശ് സർക്കാർ ക്രിസ്മസ് അവധി തന്നെ റദ്ദാക്കി. ഈ ദിവസം വിദ്യാർത്ഥികളുടെ ഹാജർ നിർബന്ധമാക്കി. ഇതിൽ നിന്നെല്ലാം കേരളം വിട്ടുനിൽക്കും എന്നാണ് എല്ലാവരുടെയും ബോധ്യം. എന്നാൽ ആ ബോധ്യത്തെ ഇല്ലാതാക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നു. സംസ്ഥാനത്തെ തപാൽ ഓഫീസുകളിൽ ക്രിസ്മസ് ആഘോഷ പരിപാടിയിൽ RSSന്റെ ഗണഗീതം ആലപിക്കണമെന്ന് BMS യൂണിയൻ ആവശ്യപ്പെട്ടു. ഇതിനെതിരെ പ്രതിഷേധം ഉയർന്നതോടെ ജീവനക്കാരുടെ കൂട്ടായ്മകൾ ഓഫീസുകളിൽ നടത്താനിരുന്ന ക്രിസ്മസ് ആഘോഷം തന്നെ റദ്ദാക്കാൻ ചീഫ് പോസ്റ്റ് മാസ്റ്റർ ജനറൽ തീരുമാനിച്ചു. അതേസമയം പാലക്കാട് പുതുശ്ശേരിയിൽ കുട്ടികൾ അടങ്ങുന്ന കരോൾ സംഘത്തിനു നേരെ സംഘ് പരിവാർ ആക്രമണം ഉണ്ടായി. ഈ അക്രമി സംഘത്തെ ന്യായീകരിച്ചാണ് BJP നേതാക്കൾ രംഗത്ത് വന്നത്. കരോൾ സംഘത്തെ അവഹേളിക്കുകയും ചെയ്തു. അക്രമങ്ങൾ നടത്തിയവർക്കെതിരെ കർശന നടപടി സ്വീകരിച്ചിട്ടുണ്ട്. ചില സ്വകാര്യ സ്കൂളുകളിൽ ക്രിസ്മസ് ആഘോഷങ്ങൾ നടത്തുന്നതിനെതിരെ RSS അനുകൂല സംഘടനകൾ ഭീഷണിപ്പെടുത്തുന്നുവെന്ന് റിപ്പോർട്ടുകളുണ്ട്. ഇത്തരം സംഭവങ്ങൾക്കെതിരെ അടിയന്തരാന്വേഷണം നടത്താൻ സർക്കാർ ഉത്തരവിട്ടിട്ടുണ്ട്. ആഘോഷങ്ങൾ നടത്തുന്നവർക്കെതിരെയും മതപരമായ വിവേചനം കാട്ടുന്ന സ്കൂളുകൾക്കെതിരെയും കർശന നടപടിയുണ്ടാകും. കേരളത്തിൽ ഇത്തരം ശക്തികൾ തലപൊക്കുന്നു എന്നത് ഗൗരവതരമാണ്. ഭരണഘടന അനുവദിച്ചു നൽകുന്ന മൗലിക അവകാശങ്ങൾക്കെതിരായ ഒരു കടന്നുകയറ്റത്തെയും അംഗീകരിക്കില്ല. രാജ്യത്തിന്റെ ബഹുസ്വരതയെ എതിർക്കുന്നവരാണ് സംഘ് പരിവാർ. കഴിഞ്ഞ വർഷം ഇതേ സമയത്ത് കേക്കും കൊണ്ട് ക്രൈസ്തവ ഭവനങ്ങളിലും ആരാധനാലയങ്ങളിലും സന്ദർശനം നടത്തിയവരാണ് ഇപ്പോൾ ക്രിസ്മസ് കരോൾ സംഘത്തെ ആക്രമിച്ചത്. 2025 ഏപ്രിൽ 4-ന് RSS മുഖപത്രമായ ഓർഗനൈസറിൽ ക്രിസ്ത്യൻ സ്ഥാപനങ്ങളുടെ സ്വത്തിനെക്കുറിച്ച് ലേഖനം പ്രത്യക്ഷപ്പെട്ടതും RSSന്റെ ഉള്ളിലിരിപ്പ് കാണിച്ചു തന്നു. അപരമത വിദ്വേഷം പരത്തി മതനിരപേക്ഷതയെ കളങ്കപ്പെടുത്തുന്ന സംഘ് പരിവാർ ശ്രമങ്ങളെ നാട് ഒരു തരത്തിലും അംഗീകരിക്കില്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞു.